Hello friends. So last class we started your unit 3, the little girl and the umbrella, and we studied a girl in the rain and the rain, the two chapters. So today we are going to start Tears of Rain. So ഇന്ന് നമ്മൾ Tears of Rain എന്ന ചാപ്റ്ററാണ് നോക്കുന്നത്. കഴിഞ്ഞ രണ്ട് ക്ലാസ്സിലായിട്ട് നമ്മൾ രണ്ട് ചാപ്റ്റർ നോക്കിയിരുന്നു അല്ലേ. സോ ബേബിയുടെ കുഞ്ഞു സിസ്റ്ററായ ലിലിയെ പറ്റിയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. അവർ മഴ നനഞ്ഞ് ലില്ലി പോകുന്നതായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടത്. ബാക്കി എന്താണെന്ന് നമുക്ക് നോക്കാം. Tears of Rain. Lily took shelter in the veranda of a small shop on the country road. ലില്ലി അപ്പം ഗ്രേസി എന്താണ് ലില്ലിയെ കയറ്റാതെയാണ് പോയതല്ലേ താനെ. അപ്പോൾ ലില്ലി എന്ത് ചെയ്തു, തൻ്റെ ബുക്കും സ്ലേറ്റും ഒന്നും നനയാതിരിക്കാൻ വേണ്ടി ഒരു ചെറിയ കടയുടെ വരാന്തയിൽ കയറി നിന്നു. റോഡരികിലുള്ള ഹെർ ക്ലോത്ത്സ് ആൻഡ് ബുക്സ് വെയർ വെറ്റ്. അവളുടെ വസ്ത്രവും അതുപോലെ ബുക്കുകളും നനഞ്ഞിരുന്നു. വാട്ട് റിയലി അപ്സെറ്റ് ഹെർ വാസ് ഹെർ ബുക്സ് ഗെറ്റിംഗ് വെറ്റ്. ഏറ്റവും അവൾ വിഷമിപ്പിച്ചത് എന്താണ്, അവളുടെ ബുക്കുകൾ എന്താണ് നനഞ്ഞിരിക്കുകയായിരുന്നു. സ്റ്റാൻഡിങ് ഇൻ എ കോർണർ ഓഫ് ദ വരാന്ത ഷീ സ്റ്റാർട്ടഡ് സോബിങ്. എന്താണ് അവൾ വരാന്തയുടെ ഒരു കോർണർ ഒരു സൈഡിൽ നിന്ന് അവൾ എന്താണ് വിഷമിക്കാൻ തുടങ്ങി. ഷീ സോ ഗ്രേസി പാസിംഗ് ബൈ വിത്ത് ഹെർ അംബല്ല. അവൾ ഗ്രേസിയെ കണ്ടു അല്ലേ, ഗ്രേസി തൻ്റെ കുടയുമായി നടന്നു പോകുന്നത് കണ്ടു. The raindrops flowing down from Lily's hair blurred her eyes as they mixed with the tears. എന്താണ് ലില്ലിയുടെ ഹെയറിൽ നിന്ന് വീണ മഴത്തുള്ളികൾ അവളുടെ കണ്ണിനെ എന്താണ് ബ്ലറാക്കിയല്ലേ ഇമേജ്. അതായത് അവളുടെ കണ്ണിൽ നിറയെ കണ്ണുനീരായിരുന്നു. രണ്ടും കൂടി കൂടി. The bitter cold made her shiver and teeth started to chatter. എന്താണ് അവിടെ നല്ല തണുപ്പാണല്ലേ, അപ്പോൾ അവൾ എന്താണ് വിറയ്ക്കാൻ തുടങ്ങി. Her dress was now completely drenched in the rain. അവളുടെ അവളുടെ തുണികൾ മുഴുവൻ എന്താണ് നനഞ്ഞു പോയി മഴയത്ത്. She placed her slate and books on the floor. അവൾ എന്ത് ചെയ്തു, അവളുടെ സ്ലേറ്റും ബുക്കുമൊക്കെ തറയിലേക്ക് വെച്ചു. She squeezed the edges of her skirt to wring water from it. അവൾ എന്ത് ചെയ്തു, അവളുടെ സ്കേർട്ട് അവളുടെ പാവാടയുടെ ഒരു കഷ്ണം ഒരു ഭാഗം വെച്ചിട്ട് അവളുടെ സ്ലേറ്റ് തുടയ്ക്കാൻ തുടങ്ങി. The edges of the skirt split. അപ്പോൾ എന്ത് പറ്റി, അങ്ങനെ പിടിച്ചത് ഉടനെ തന്നെ അവളുടെ സ്കേർട്ട് മുറിഞ്ഞു പോയി. ഇറ്റ് വാസ് വെരി ഓൾഡ് സ്കേർട്ട്. അതൊരു വളരെ പഴകിയ പാവാടയായിരുന്നു. ദ ഓൺലി വൺ ഷീ ഹാഡ്. ഒരെണ്ണം മാത്രമേ അവൾക്കുള്ളായിരുന്നു. അറ്റ് ഹോം ഷീ ഓൾവേസ് ഹാഡ് ടു ചേഞ്ച് ഇൻ ടു എ ബാത്ത് ടവൽ. അപ്പോൾ വീട്ടിലെങ്ങനെയാണ്, അവൾക്ക് ഒരെണ്ണം ഉള്ളതുകൊണ്ട് അവൾ ഇത് നനഞ്ഞിടുമ്പോൾ എന്താണ് ബാത്ത് ടവലിൽ തോർത്ത് ഉടുത്തായിരുന്നു അവൾ നിന്നിരുന്നത് അല്ലേ. അത്രത്തോളം പാവപ്പെട്ട രീതിയിലായിരുന്നു അവൾ ജീവിച്ചിരുന്നത്. ലോസ്റ്റ് ചൈൽഡ്ഹുഡ്, അതായത് നഷ്ടപ്പെട്ടു പോയ ഒരു കുട്ടിക്കാലം. ലില്ലി ആൻഡ് ഹെർ ബ്രദർ ബേബി ഹാഡ് ലോസ്റ്റ് ബോത്ത് ദെയർ പേരൻസ്. ലില്ലിക്കും ലില്ലിയുടെ ബ്രദർ ബേബിക്കും അവരുടെ രക്ഷകർത്താവ് അമ്മയും അച്ഛനെയൊക്കെ നഷ്ടപ്പെട്ടു. Their father died 3 years ago and their mother about a year ago. അവരുടെ അച്ഛൻ 3 വർഷം മുമ്പും അമ്മ 1 വർഷം മുമ്പുമാണ് മരണപ്പെട്ടത്. They now lived with their aunt, their mother's elder sister. അവരിപ്പോൾ ആരുടെ കൂടെയാണ് ജീവിക്കുന്നത്, അവരുടെ അമ്മയുടെ മൂത്ത സഹോദരിയുടെ ഒപ്പമാണ് അല്ലേ, അവരുടെ ആൻറ്റിയാണ്. The fat dark aunt with a flat nose was 50-year-old widow. വിഡോ എന്നാൽ ഭർത്താവ് മരിച്ചുപോയ, വിധവ എന്നാണ്. അപ്പം ഈ ആൻറ്റി എങ്ങനെയുള്ളതായിരുന്നു, ഓണ്ട് എങ്ങനെയുള്ളതായിരുന്നു, ഫാറ്റ് ഡാർക്ക് കുറച്ച് ഇരുണ്ട നിറമുള്ള പതിഞ്ഞ മൂക്കൊക്കെ ഉള്ള ഒരു 50 വയസ്സ് തോന്നുന്ന ഒരു വിധവയായിരുന്നു. She had a son in the army who sent her 20 rupees every month. അവർക്ക് എങ്ങനെയാണ്, അവർക്കൊരു മകൻ ഉണ്ടായിരുന്നു അല്ലേ, പട്ടാളത്തിൽ ജോലി ചെയ്യുന്നൊരു മകൻ ഉണ്ടായിരുന്നു. ആ മകൻ എല്ലാ മാസവും അവർക്ക് 20 രൂപ വെച്ച് അയച്ചു കൊടുക്കുമായിരുന്നു. She was known to be a tight-fisted woman. She had no land of her own. She lived in a hut on a plot owned by the Poomangalam family, for whom she worked as a maid. അവരെങ്ങനെയുള്ളവരായിരുന്നു, അവർ വളരെ നല്ല ശക്തിയാർന്ന ആളായിരുന്നു അല്ലേ. അതുപോലെ തന്നെ അവർക്ക് ജീവിക്കാൻ പ്രത്യേകിച്ച് സ്ഥലമൊന്നുമില്ലായിരുന്നു. ഷീ ഹാഡ് നോ ലാൻഡ് ഫോർ ഹെർ ഓൺ. ഷീ ലീവ്ഡ് ഇൻ എ ഹട്ട്. ഒരു കുടില് കെട്ടിയാണ് ജീവിച്ചത്. അവർക്ക് സ്വന്തമായി സ്ഥലമില്ലാത്തതുകൊണ്ട് പൂമംഗലം ഫാമിലിയുടെ അവർ ഉടമസ്ഥതയിലുള്ള ഒരു സ്ഥലത്ത് കുടില് കെട്ടിയാണ് അല്ലേ. അവരെന്തായിരുന്നു, ഈ പൂമംഗലം ഫാമിലിയിൽ ഒരു വേലക്കാരിയായിട്ടാണ് ഈ ഓണ്ട്
ജോലി ചെയ്യുന്നത്. അപ്പോൾ അവിടുത്തെ പൂമംഗലം ഫാമിലിയിലെ ആ ഒരു സ്ഥലം അവരുടെ ഒരു സ്ഥലത്ത് കുടിൽ കെട്ടിയാണ് ഈ aunt ജീവിച്ചിരുന്നത്. The money sent by her son was deposited in a private bank. അപ്പം ഈ മകൻ അയച്ചു കൊടുക്കുന്ന 20 രൂപ അവരെന്താണ് ചെയ്തിരുന്നത്? അവരൊരു പ്രൈവറ്റ് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തേക്കായിരുന്നു. ബട്ട് ആഫ്റ്റർ എ ഫ്യൂ മന്ത്സ് ദ ബാങ്ക് കൊളാപ്സ്ഡ്. അപ്പോൾ ഒരു കുറച്ച് മാസങ്ങൾക്ക് ശേഷം ഈ ബാങ്ക് എന്ത് പറ്റി? പൊട്ടിപ്പൊളിഞ്ഞു പോയി അല്ലേ? അതായത് ആ ബാങ്ക് നശിച്ചു പോയി. അവിടെ എന്തോ പ്രശ്നമുണ്ടായി. The loss of money was unbearable to her and she started showing signs of insanity. അപ്പോൾ എന്താണ്, ഈ പണമെല്ലാം നഷ്ടപ്പെട്ടപ്പോൾ അവർക്ക് അതൊട്ടും സഹിക്കാൻ പറ്റില്ല. അൺബിയറബിൾ ആയിരുന്നു. അങ്ങനെ അവർക്കൊരു ഭ്രാന്ത് പോലെ ആകാൻ തുടങ്ങി. ഭ്രാന്തിൻ്റെ സൈനൊക്കെ അവർ കാണിച്ചു തുടങ്ങി. She took out all her anger on her niece ലില്ലി. അപ്പം ഇവർ ഈ ദേഷ്യമൊക്കെ ആരോടാണ് കാണിച്ചത്? ലില്ലിയുടെ അടുത്താണ് അല്ലേ? നീസ് എന്ന് പറഞ്ഞാൽ മരുമകൾ. അപ്പം ഇവർ ഈ ദേഷ്യമെല്ലാം ലില്ലിയുടെ അടുത്താണ് കാണിച്ചത്. ഷീ ബിഹേവ്ഡ് ലൈക്ക് എ ഡെവിൾ ടു ഹെർ നീസ് ആൻഡ് നെഫ്യൂ ആൻഡ് ഓഫൺ ബീറ്റ് ദം അപ്പ്. അവരുടെ രണ്ടുപേരും, അപ്പം ലില്ലിയുടെയും ബേബിയുടെ അടുത്ത് ഷീസ് ലൈക്ക് എ ഡെവിൾ അല്ലേ? ഒരു രാക്ഷസിയെ പോലെയായിരുന്നു. അവരെ അടിക്കുകയും ചെയ്യുമായിരുന്നു. ഷീ ഹേറ്റഡ് ദ ചിൽഡ്രൻ ഗോയിങ് ടു ദി സ്കൂൾ. അവർ സ്കൂളിൽ പോകുന്നതൊന്നും ഇവർക്ക് ഇഷ്ടമല്ലായിരുന്നു. She ordered them to draw water from well, wash clothes and do all the cooking. അവരെന്താണ് പറഞ്ഞത്? അവർ എന്ത് ഓർഡർ ചെയ്തു? നിങ്ങൾ സ്കൂളിലൊന്നും പോകുന്നതിനോട് താല്പര്യമില്ല, കിണറ്റിൽ നിന്ന് വെള്ളമൊക്കെ കോരുക, അതുപോലെ തുണി കഴുകുക, പാചകം ചെയ്യുക, ഇതൊക്കെയായിരുന്നു അവരെപ്പോഴും കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിച്ചുകൊണ്ടിരുന്നത്. ബേബി വാസ് 11 years old and was studying in class 4. ബേബി എത്ര വയസ്സുണ്ടായിരുന്നു? ബേബിക്ക് 11 വയസ്സുണ്ടായിരുന്നു. 4ാം ക്ലാസ്സിലായിരുന്നു ബേബി പഠിച്ചിരുന്നത്. ലില്ലി 3 years younger was in class 2. ലില്ലി ബേബിയെക്കാട്ടിലും 3 വയസ്സ് ഇളയതാണ്. എത്രയിലാണ് അവൾ പഠിക്കുന്നത്? 2ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. They were perhaps the poorest children in the school. അവരുടെ സ്കൂളിലെ ഏറ്റവും പാവപ്പെട്ട കുട്ടികളായിരുന്നു ലില്ലിയും ബേബിയും. നെക്സ്റ്റ് ആണ് Ebrois. Lily sighed as the second bell rang at school. The rain showed no sign of stopping or slowing down. The cold wind was still blowing. അപ്പോൾ എന്താണ്, ലില്ലി സ്കൂളിൽ എന്താണ് സെക്കൻഡ് ബെൽ അടിച്ചു അല്ലേ? ദ റെയിൻ ഷോഡ്. അപ്പോൾ എന്താണ്, അപ്പോഴും മഴ നിൽക്കുന്നില്ല, മഴ പെയ്തുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. അതുപോലെ തണുത്ത കാറ്റ് വീശുന്നുണ്ട്. If she was late for the classes, her teacher would scold her. ഇനി എന്താണ്, അവൾ താമസിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ടീച്ചർ അവളെ വഴക്ക് പറയും. At times she would beat her too. ചില സമയങ്ങൾ ടീച്ചർ എന്താണ്, അടിക്കാറുമുണ്ട്. ലില്ലി started running to school. ലില്ലി എന്ത് ചെയ്തു? ഇനിയിപ്പം മഴ മാറില്ല എന്ന് വിചാരിച്ച് എന്ത് ചെയ്തു? ഓടാൻ തുടങ്ങി. The rain drenched her clothes again. വീണ്ടും ഈ മഴ എന്ത് ചെയ്തു? അവളുടെ തുണിയെല്ലാം നനച്ചു. She held her book and slate close to her chest. അവൾ എന്താണ്, അവളുടെ ബുക്കും സ്ലേറ്റും ഒക്കെ അവളുടെ മാറോട് ചേർത്ത് വെച്ചു. Suddenly she slipped and fell on the road. അവൾ പെട്ടെന്ന് എന്ത് ചെയ്തു? സ്ലിപ്പ് ചെയ്തു അല്ലേ? അവൾ എന്ത് ചെയ്തു? റോഡിലങ്ങ് വീണു. Her skirt was soiled and got torn. അവളുടെ പാവാടയിലേക്ക് എന്താണ്, മണ്ണായി, അതുപോലെ അത് കീറിപ്പോയി. Her knees were bruised and blood oozed out. എന്താണ്, അവളുടെ മുട്ട്, നീസ് എന്ന് പറഞ്ഞാൽ കാൽമുട്ട് എന്ത് ചെയ്തു? ചതഞ്ഞു അല്ലേ? മുറിഞ്ഞ് താഴെ വീണ് ചതഞ്ഞു. ആൻഡ് ബ്ലഡ് ഊസ്ഡ് ഔട്ട്. ചോര ഒഴുകാൻ തുടങ്ങി. സ്റ്റിൽ ഷീ ഫെൽറ്റ് നോ പെയിൻ. എന്നിട്ട് പോലും അവൾക്ക് വേദനയൊന്നും തോന്നിയില്ല. എ പേജ് ഓഫ് ഹെർ ബുക്ക് വാസ് ടോൺ. അവളുടെ ബുക്കിൻ്റെ ഒരു പേജ് മുറിഞ്ഞു പോയി. ഹെർ സ്ലേറ്റ് വാസ് ബ്രോക്കൺ ആസ് വെൽ. അവളുടെ സ്ലേറ്റും പൊട്ടിപ്പോയി. ഷീ സ്റ്റുഡ് ഇൻ ദ റെയിൻ ആൻഡ് ക്രൈഡ് ബിറ്റർലി. അവൾ എന്താണ്, മഴയത്ത് നിന്ന് കരയാൻ തുടങ്ങി. അപ്പം അവൾ വീണു, അവളുടെ കാൽമുട്ടൊക്കെ ചതഞ്ഞ് ചോര ഒഴുകാൻ തുടങ്ങിയിട്ട് പോലും അവൾക്ക് വേദന എടുത്തില്ല. അവൾക്ക് എപ്പോഴാണ് വേദന എടുത്തത് അല്ലേ? അവളുടെ ബുക്കിലെ ഒരു പേജ് കീറിപ്പോയി, അതുപോലെ അവളുടെ സ്ലേറ്റും പൊട്ടിപ്പോയി. When she reached school, some children began laughing at her. അവൾ സ്കൂളിൽ എത്തിയപ്പോൾ എന്താണ്, കുറച്ച് കുട്ടികൾ അവളെ നോക്കി ചിരിക്കാൻ തുടങ്ങി. The teacher banged the cane on the table and everybody became silent. ടീച്ചർ എന്താണ്, ടേബിളിൽ ശക്തിയായി അടിച്ചപ്പോൾ എന്ത് ചെയ്തു? കുട്ടികൾ ചിരി നിർത്തി നിശബ്ദരായി. The teacher glared at Lily. അപ്പം ടീച്ചർ എന്ത് ചെയ്തു? ലില്ലിയെ നോക്കി. Why did you come drenched in the rain? നീ എന്താണ് ഈ മഴയിൽ ഫുൾ നനഞ്ഞു വന്നിരിക്കുന്നത്?
ഡോണ്ട് യു ഹാവ് എൻ അംബ്രല്ല? നിനക്ക് കുടയില്ലേ? നോ ടീച്ചർ, സെഡ് ലിലി, വൈപ്പിംഗ് ഹെർ ടീയേഴ്സ് വിത്ത് ഹാൻഡ്. അവളുടെ കണ്ണുനീർ കൈകൊണ്ട് തുടച്ചുകൊണ്ട് ലിലി പറഞ്ഞു, എനിക്ക് കുടയില്ല. നോ, ഗോ ആൻഡ് സ്റ്റാൻഡ് ഇൻ ദ വരാന്ത, യു വിൽ ഡർട്ടി ദി ക്ലാസ് റൂം. ടീച്ചർ എന്താണ് തിരിച്ചു പറഞ്ഞത്? നീ പോയാൽ വരാന്തയിൽ നിൽക്കുക, നീ ഈ ക്ലാസ് മുഴുവൻ ഇല്ലെങ്കിൽ വൃത്തികേടാക്കും. ദ ടീച്ചർ പോയിന്റഡ് ടു ദി വരാന്ത. ലിലി സോ ഗ്രേസി ഗിഗ്ലിംഗ്. അപ്പോൾ എന്താണ് ഇത് പറയുമ്പോൾ ലില്ലി എന്ത് ചെയ്തു? അകത്തിരുന്ന് ഗ്രേസി ചിരിക്കുന്നത് കണ്ടു. ഹെർ ഹേർട്ട് സാങ്ക്. അവളുടെ ഹൃദയം എന്താണ്? വളരെ വിഷമം തോന്നി നമുക്ക് അല്ലേ. ദ റെയിൻ ഹാഡ് സ്റ്റോപ്ഡ്. അപ്പം എന്താണ്? മഴ അപ്പോഴത്തേക്ക് നിന്നു. ബട്ട് ടീയേഴ്സ് സ്റ്റിൽ റോൾഡ് ഔട്ട് ഓൺ ഹെർ ചീക്സ്. പക്ഷെ അവളുടെ മുഖത്തുകൂടെ എന്താണ്? കവിളിലൂടെ കണ്ണുനീർ ഒഴുകിക്കൊണ്ടിരുന്നു, മഴ തീർന്നെങ്കിൽ പോലും. സോ ഇതായിരുന്നു